ഇന്നലേക്ക് കുറച്ച് നല്ല വലിയ പ്രോൺസ് കിട്ടി. അപ്പം ഞാൻ ഇന്ന് ബിരിയാണി ആക്കാമെന്ന് പ്ലാൻ ചെയ്തു. അങ്ങനെ ഞാൻ ഇന്നലെ അമ്മയെ വിളിച്ച് പറഞ്ഞു, നാളെ ഞാൻ ബിരിയാണി ആക്കുന്നുണ്ട്, അപ്പം അമ്മ ലഞ്ചൊന്നും ആക്കണ്ട, ഞാൻ ബിരിയാണി കൊണ്ടുവരാമെന്ന്. ഓ, എന്താ സംഭവം പറ കേക്കട്ടെ. അങ്ങനെ ഞാൻ ബിരിയാണിയായിട്ട് പോവാണ് പാരൻസിൻ്റെ വീട്ടിലോട്ട്. അപ്പൊ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വെക്കുന്ന ബിരിയാണി ചെറുതായിട്ട് ഫ്ലോപ്പ് ആകാറുണ്ട്. അതുപോലെ ഇന്നെന്റെ ബിരിയാണി ചെറിയൊരു ഫ്ലോപ്പാണ്. അത് നല്ലതാ, പരിചയമുള്ളവരെ തന്നെ വഞ്ചിക്കുന്നത് നല്ലതാ. അപ്പൂപ്പ ഹലോ. ഹലോ മക്കളെ. അമ്മാമേ, സംതിങ് ഫിഷി. വാവ്, ഇതാരാണ് ഈ ചെറുപ്പക്കാരി? നീ എങ്ങനെ സുഖിപ്പിച്ച് പുകഴ്ത്തി എന്നെ സോപ്പിടൊന്നും വേണ്ട, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ തുറന്ന് മണപ്പിച്ചു നോക്ക്. എന്റെ പൊന്നോ, ഒടുക്കത്ത അഭിനയം. സിമിക്ക് ചോറ് കൊടുക്കുമ്പോ എരിയുള്ള കറിയൊക്കെ വായിൽ വെച്ചിട്ട് വെള്ളത്തിന് പകരം പാല് കൊടുക്കും. അങ്ങനെയാണ് ഈ തടിയത്തറിയല്ലേ. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ചേട്ടാ കാല് കഴിയിട്ട് കയറി ഇപ്പൊ മനസ്സിലായോ അമ്മയ്ക്ക് അമ്മയുടെ വൃത്തിഭ്രാന്ത് എവിടെന്നാ കിട്ടിയെന്നിട്ട്. ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? അമ്മയ്ക്ക് വൃത്തിഭ്രാന്ത് കൊടുത്ത ഭ്രാന്തിയാണ് ഈ ഭ്രാന്തി. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ സ്വയം നിയന്ത്രിക്കേണ്ടത്. സെൽഫ് കൺട്രോൾ. ആക്ച്വലി ഭക്ഷണം ഒന്നും ഉണ്ടാക്കാതെ ആരെങ്കിലും ഇതുപോലെ ഡെയിലി ലഞ്ച് എത്തിച്ചു കൊടുത്താൽ അതാണ് ഏറ്റവും ഇഷ്ടം. ഇട പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. ഇന്നിപ്പോ കാലത്ത് എന്താക്കി ദോശ ഇട്ട് സത്യം പറഞ്ഞാൽ തിന്നില്ലെങ്കിൽ ഇത് മുമ്പേ കൊണ്ട് ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനെ കുറച്ചൊക്കെ ഔചിത്യം വേണം. ദോശ ചുട്ടങ്ങ് അടച്ചു വെച്ചിരിക്കും. അയ്യോ നിന്നെ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായതാ, നീ വെറും കൂതറയല്ല, ലോക കൂതറയാന്ന്. അല്ല വിശന്ന് ചത്തോ അപ്പൊ? ദോശയ്ക്ക് കറിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തോരൻ പരിപ്പും ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളി ഇതൊക്കെ കൂടെ ഇട്ടിട്ട് അങ്ങനെ ഒരു വിശന്നിരിക്കണോ? അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ഞാൻ പോകുന്നു. ബൈ ബൈ.